ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ പുറത്ത് വന്നിട്ട്. എവിടെ പോയി? ഹായ് ഹായ് ഹായ്, കുറേ ആൾക്കാർ ഹായ് പറയുന്നുണ്ട്. Adu has set the relationship standard so high that I doubt anyone can achieve love, respect and loyalty that you guys show to each other is tremendously remarkable. Deepthi, thank you so much. ഇതിൽ ടോപ്പ് ഫാൻസിൻ്റെ കമൻറ്റ്സ് എവിടെയാണ് കാണാൻ പറ്റുക? കുറച്ച് പേര് നമ്മൾ എന്താ പറയുക, മറ്റേ സൂപ്പർ ചാറ്റിൽ അയച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വായിച്ചില്ല എന്നൊക്കെ ഒരു പരിഭവം പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇല്ലത് ഒന്നുമല്ല. ഓക്കെ, ഹായ് 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 ഹായ്, എല്ലാവർക്കും സുഖമൊക്കെ തന്നെ? സുഖങ്ങളൊക്കെ തന്നെ. എന്താ അവാർഡ് ഷോക്ക് വരാഞ്ഞേ? കുറെ പേര് മൈൽ സ്റ്റോൺസിന്റെ അവാർഡിന് നമ്മൾ വന്നിട്ടുണ്ടായില്ല. വേറെ കുറച്ച് എമർജൻസീസ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ വരാതിരുന്നത്. കണ്ണ് കടിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു കണ്ണ് കടി. നൂറ ഹായ് തരാമോ? ഹായ്. അല്ലോ അത് நல்லா പേരൊക്കെ இருக்கீங்களா? நல்லா இருக்கேன், நல்லா இருக்கேன். നല്ല ഇരിക്കെ മക്കളെ. ബിന്നിയും നൂറയും ഒരേപോലെ മുഖം ഷേപ്പ്. അവരിടക്ക് ഡ്രസ്സും കാര്യങ്ങളും പെട്ടെന്ന് നോക്കുമ്പോ ചെറിയൊരു സാമ്യമുണ്ട്. രേണു ഹായ്. ആദിലാക്ക നൂറാക്ക നല്ല ഇരിക്കീങ്കളാ? അനു നല്ല ഇருக்கு അനു. ബിഗ് ബോസിലെ ഹെയർ സ്റ്റൈലാണ് അതിലൊക്കെ കൂടുതൽ ചേരുന്നത്. മുടി ഇപ്പൊ കുറച്ച് വളർന്നേക്കണം, ചെറുതായിട്ടൊന്ന് വെട്ടണം. പക്ഷെ എവിടെ പോയാലാണ് എനിക്ക് എന്റെ പഴയ ഹെയർ സ്റ്റൈൽ കിട്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം എവിടെ കൊണ്ടുപോയി തല വെച്ചാലും ഇത് നമ്മൾ എവിടുന്നാണ് ചെയ്തത്? ഇത് ഗുരുവായൂർ പോയി ചെയ്താൽ മതി. അല്ല, അവിടെ പോയി ചെയ്തത് ഭയങ്കര ചെറുതായിരുന്നു. ഷോർട്ട് ആക്കിയാൽ മതി, സ്ലൈറ്റ്ലി ഷോർട്ട് ആക്കിയാൽ മതി. അതിലാ മാഡം എപ്പോഴും ഫോണിൽ ആണല്ലോ ബിസി ലേഡി. ഞാൻ എപ്പോഴാ ഫോണില്? ഫുൾ ഒറ്റ പൂക്ക് പോയല്ലോ. സ്റ്റാർ സിംഗർ കണ്ടു. എന്റെ എപ്പിസോഡ് ഇറങ്ങിയോ? നിങ്ങൾ കണ്ടോ? എന്റെ ഇറങ്ങിയോ ശരിക്കും? ഹായ് അദ്ല നൂറ, യു ബോത്ത് ആർ പ്യുവർ സോൾ, ലവ് യു ബോത്ത്. താങ്ക് യു ഭവ്യ. ப்ளீஸ் டாக் இன் தமிழ் கைஸ். ஹாய், நான் என்ன பேசணும் தமிழில் ஏதாச்சும் கேள்வி கேட்டுட்டு அதுக்கு தமிழில் பதில் சொல்லணும்னு சொல்லியா நான் பதில் அல்ல தமிழில் பதில் சொல்ல அவ்வளோ അതിൽ എനിക്ക് കണ്ണേറ് വെട്ട്. എന്താ തമിഴ് എന്തോ വിട്ട്. ഹായ് ആദു ആൻഡ് നൂറ, ഗ്രേറ്റ് ഫാൻ ഓഫ് യു ഗൈസ്. ശ്വേത താങ്ക് യു സോ മച്ച്. പിന്നെ സ്വാതിക് ഹായ്. ബിഗ് ബോസിൽ പറഞ്ഞ പോലെ നിങ്ങളും അനുവും കൂടി ഒരുമിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഒരുമിച്ച് ഒരു വ്ളോഗ് ഒക്കെ എടുക്കണം കേട്ടോ പ്ലീസ്. സ്വിമ്മിംഗ് പൂളിൽ വ്ളോഗ് എടുക്കാൻ പറഞ്ഞായിരുന്നല്ലേ? ആണോ? മഞ്ജു എവിടെയെന്ന് അവർക്ക് കൂടിയാ നമുക്ക് എടുക്കാം കേട്ടോ. മഞ്ജുനോ? മഞ്ജുവും ചിഞ്ചു ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ മഞ്ജു പുറത്താണ്, ചിഞ്ചു പെട്ടിയിലുള്ളിലാണ്. നമുക്ക് ചെന്നൈന്ന് സാധനം വന്നിട്ടുണ്ട്. റോഹൻ ഹായ് ബേബി സിസ്റ്റേഴ്സ്, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് റോഹൻ. പ്ലീസ് ഇംഗ്ലീഷ്. അയ്യോ, ഇതാണ് സൂപ്പർ ചാറ്റ്സ് എന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വരുന്ന നമ്മളെടുത്തിട്ട് വായിക്കണം. ഓ മനസ്സിലായി. Will you come to my home? Reply cheyu, I am from Karnataka, big fan of you guys. We'll come to Karnataka and maybe we'll plan a meetup. പിന്നെ മീറ്റപ്പ് എന്നാ സൂട്ടപ്പ് എന്ന് പറയുന്നത് തള്ളൻ. എന്റെ ലിപ്സ്റ്റിക് മുഖ ക്ഷീണാണെങ്കിലും വായിട്ടടിക്ക് ഒരു കുറവുമില്ല. What kept you strong during the toughest days of your struggle for togetherness? You mean in our life, right? അല്ല, സന്ധ്യ നമ്മളെ ലൈഫിൽ എന്നാ ചോദിച്ചത്? നമ്മളെ ടുഗെദർനെസ് ആവാൻ strong, maybe the love, the thing which we feel inside when we both are together. യെസ്, അത് തന്നെ. നിങ്ങളുടെ എയർപോർട്ട് എൻട്രി സൂപ്പർ ആയിരുന്നു മുഹമ്മദ് അനീസ്. ഞങ്ങൾ ഒരിക്കലും ആക്ച്വലി പ്രതീക്ഷിച്ചില്ല എയർപോർട്ടിൽ അങ്ങനെ അത്രത്തോളം ആൾക്കാരൊക്കെ നിൽക്കും. ഞങ്ങൾ വിചാരിച്ചതൊക്കെ 2-3 ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല അതിന് ഇറങ്ങുമ്പോൾ. ലൈക്ക് ഹൗ നമ്മളവിടെ ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു. ഹേറ്റൊക്കെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് അടിപൊളി. അതിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ ഞാനോള് കൈ പിടിച്ച് ഇറങ്ങിയത് എയർപോർട്ടിൽ. അപ്പോൾ അതിൽ കുറേ പേര് ഞാൻ ടെക്ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അങ്കിൾ നിങ്ങൾക്ക് കൈ പിടിച്ച് പബ്ലിക്കിൽ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചൊരു സംഗതിയൊക്കെ. അപ്പോൾ അതും ആ കൈ പിടിച്ച് ഇറങ്ങിയതും അതൊക്കെ കൂടെ എഡിറ്റ് ചെയ്ത് ആരോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റീഷെയറും ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അയാളിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.
കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്നിട്ട് ആരോടൊക്കെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, അത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ട്. കാരണം എനിക്കത് ഭയങ്കര കാര്യം, കുറേ കാര്യമായതുണ്ട്. പക്ഷെ അതെനിക്ക് അയ്യോ, അത് ഞാൻ പറഞ്ഞ സാധനം വീഡിയോയിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്കത് എന്ത് ഭംഗിയാ കാണാൻ അല്ലേ? പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ. Hey Adu, lucky enough to meet you and chat with you at Chennai. Soon meet you both guys. Be happy forever. സ്നേഹ, ഇതാ ഞാൻ പറഞ്ഞ സ്നേഹ. ഞാൻ പറഞ്ഞില്ലേ ബേബി ഉള്ളിലായിരിക്കുമ്പോ ഞാൻ ഇറങ്ങിയപ്പോ അവിടെ ഒരു കുട്ടി താഴെ ആ ഡ്രസ് ഗിഫ്റ്റ് തന്നത്. Okay, hi Sneha. Hi, I remember. സ്നേഹ, I already told you about you to her. You are the first fan girl or Yes. fan I met after Big Boss. So I'll always remember you. Thank you so much. I already wore that top. எனக்கு அது ரொம்ப பிடிச்சிருக்கு. அந்த ரெண்டுமே எனக்கு ரொம்ப பிடிச்சிருக்கு. எனக்கு தெரியும் நீ அது ஒன்று இவளுக்கு ஒன்று எனக்காக தந்தது. ஆனால் ரெண்டும் நான் எடுத்துட்டேன். பேண்ட் கொஞ்சம் லூஸாக இருக்குது. நானும் இவளுக்கு கொஞ்சம் சைஸ் ஆயதுக்கப்புறம் அந்த பேண்ட் போடுறேன். ആദ്യ ആൻഡ് നൂറ, നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? വ്ളോഗ് ആൻഡ് ഫോട്ടോ ഡെയിലി ഇടാൻ പറഞ്ഞിട്ട് എവിടെ? രണ്ടാളും ഉറക്കമാണോ? ആരെങ്കിലും ഒന്ന് ആക്റ്റീവ് ആകൂ പ്ലീസ്. ദ ആക്ച്വൽ തിങ് ഇസ് ദാറ്റ് ഞങ്ങൾ കുറച്ച് എന്താ പറയുക മടി പിടിച്ച് പോവെടുക്ക്. ബിക്കോസ് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഫുള്ള് ഗിഫ്റ്റും അതും ഇതൊക്കെ ആയിട്ട് ആകെ മെസ്ഡപ്പ് ആയിരിക്കുകയാണ്. ഇത് ഞങ്ങളെ പോരല്ല ഗൈസ്. അപ്പം എന്താണെന്ന് അറിയോ, ഞങ്ങൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞെടുക്കുക. എനിക്കാണെങ്കിൽ ഓരോ ദിവസം ഇത് പൊട്ടിക്കാനുള്ള ത്വര ഇങ്ങനെ കൂടി. ഇവളോട് വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇന്ന് എന്തായാലും ഞങ്ങൾ വീഡിയോ എടുക്കും. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ലൈവ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ ആക്കുന്നുണ്ട് കേട്ടോ, ഒരു വ്ളോഗ് വരുന്നുണ്ട്. സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിന്റെ ഇടയിൽ എടുത്ത വ്ളോഗാണ്. സോ അത് കാണാൻ മറക്കരുത്. ഇതാണോ വായിച്ച മോൻ? മക്കളെ, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻസ്റ്റ മെസ്സേജ് അയച്ച് റിപ്ലൈ ഇട്ടില്ല. മെയിൽ ID തരുമോ പ്ലീസ്? ലവ് യു, മിസ് യു. രഞ്ജിനി ഞങ്ങളുടെ മെയിൽ ID ഓൾറെഡി ഞങ്ങളുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയും ഫാൻ മീറ്റ് വെക്കും. അപ്പം നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യാം കേട്ടോ. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് അല്ല, ഇവിടെ കുറച്ച് മിസ്സായിരുന്നു. ആണോ? ഇത് എന്താ തുറക്കുന്നത്? നമ്മൾ വായിച്ച് തുറക്കാത്തതാണോ അപ്പൊ ഇങ്ങനെ തന്നെ? അയ്യോ ഇല്ല, അത് ഇവിടെ തൊട്ട് ഇവിടെ അല്ലേ? ഹായ്, ഇത് വായിച്ചതാ. ഇതും വായിച്ചു. ഇതും വായിച്ചു. അപ്പുറത്ത് ഫസ്റ്റ് വൺ ആണ്, അങ്ങോട്ട് സ്ക്രോൾ ചെയ്യും. ഇത് വായിച്ചു നമ്മള്. പിന്നെന്താ ഇങ്ങോട്ട് പോവാത്ത? അതെ. ആദ്യ ചേച്ചിയെ ആൻഡ് നൂറ ചേച്ചിയെ എന്നാ ഓർമ്മ ഉണ്ടോ? സ്റ്റെഫി സേവിയർ. പിന്നെ അല്ല, ഓർമ്മ ഇല്ലാണ്ടിരിക്കോ? നമ്മളന്ന് മീറ്റ് ചെയ്തില്ലേനോ? Adila and Nora, your bond, strength and pure love touched my heart. You inspire me deeply. Thank you for showing what true connection looks like. Thank you so much. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് വി നെവർ തോട്ട് ഇതൊക്കെ ലൈക്ക് എല്ലാം എന്താ പറയുക ഇങ്ങനെ ആവുന്നൊക്കെ അല്ലേ? ടു മെനി സപ്പോർട്ട്, ലവ്. വ്ളോഗ് ഇടുമ്പോൾ കുറച്ച് ലെങ്ത് വേണം. ഓക്കെ, നമുക്ക് ലെങ്ത് ഇടാം കേട്ടോ. അതൊക്കെ വായിച്ചു തീർന്നു. ഓക്കെ, ഈ കമൻസ് ഒക്കെ ഒന്ന് വായിച്ചേ. ഇതെന്തോ ആരോ വിട്ടുക്കല്ലോ എന്തോ. എന്താ വരാത്തത്? പോയല്ലോ. ആദില നൂറ വന്നു, കണ്ടു, മീറ്റ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്, ലവ് പാർവതി ആൻഡ് ദീഷ്മ. അതെ വായിക്കോ. ഹായ് ആദു, നൂറ. ബിബിയിൽ നൂറയ്ക്ക് ജിഫി ആയിരുന്നു ഇഷ്ടപ്പെട്ട വസ്തു. ആദിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഞാനൊരു എന്താ പറയാ, ഇങ്ങനെ ഒരു സാധനം ലവ് ചെയ്യുന്ന അല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സാധനത്തിനോട് ക്രേസ് ഉള്ള ഒരാളല്ല അല്ലേ ബേബി? അങ്ങനെ നോക്ക് ഇഷ്ടമുണ്ടായില്ല. മേ ബി ടു ദാറ്റ് ഹൗസ് ഒക്കെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം, ആ ഒരു വീടിനോട്. അല്ലാണ്ട് ടു എ പർട്ടിക്കുലർ സാധനത്തിനോടൊന്നും വലിയ ഇഷ്ടമുണ്ടായില്ലല്ലോ. ജയില് കുരുതി കോർണർ ഊഞ്ഞാല അതിനോട് ഒരു ഇതില്ലായിരുന്നു. ലൈക്ക് ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ളിൽ എനിക്ക് ഐറ്റം ബീൻ ബാഗ് കഴിക്കാതിലോളെപ്പോഴും ഇരിക്കലുണ്ട്. ബീൻ ബാഗിൽ അങ്ങനെ വീണ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതെനിക്ക് ഇതായിരുന്നു. പിന്നെ മേക്കപ്പ് റൂമിൽ സാധനമല്ല, അത് ആ സ്ഥലം എനിക്ക് ഇഷ്ടമായിരുന്നു, തണുപ്പത്ത് കിടക്കാനേ. Thank you, you nailed it. Always your side. You looked like a Hollywood superheroine. You both will one day, guys. You are going to reach heights. Thank you so much for the love and support. അയ്യോ പോയല്ലോ. അല്ലേ വായിച്ചത്?
അത് വേറെ എന്തൊക്കെയോ വന്നീനു പോയോ വന്നിട്ടില്ല. അത് തോന്നുകയാണോ ആ. നമ്പർ മാറിയെന്ന്? അതില സൂപ്പർ ടെഡി ആര്യന്റെ ഒപ്പം ലൈവിൽ കൊണ്ടുവന്ന ടെഡി സൂപ്പർ. ഓ, അത് നമ്മുടെ മല്ലൂർജൻ ഇവക്ക് ഗിഫ്റ്റ് കൊടുത്ത സൂപ്പർ ടെഡിയാ. ടെഡി അല്ല, അല്ല ഇത് മറ്റേ യൂണിക്കോൺ ആണ്. അത് അല്ലേ അല്ലു അർജുൻ തന്നത്? അത് തന്നെ പറഞ്ഞത്. ടെഡി വേറെ നമ്മളെ ലുമോ പുള്ളിക്കാരി ആണ്. ഉദ്ദേശിച്ചത് ലൈവിൽ കൊണ്ടുവന്നത് അവനെയാ കൊണ്ടുവന്നത്. ആണോ? പിന്നെ ഇത് കാണിച്ചെടുത്തായിരുന്നു അതായിരിക്കും. And describe Big Boss life in one word. Something different ആയിട്ട് പറയോ? ഞാൻ വേർഡ് കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്തായാലും ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ അനുക്കുട്ടി ചേച്ചി ആദിക്ക് എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോ നല്ല അടിയായിരിക്കും. ബർത്ത്ഡേ പാർട്ടി വ്ളോഗിൽ ക്ലാരിറ്റി കുറവാണോ? അതിൽ നൈറ്റ് ഫോണിന് കുറച്ച് ഇതുണ്ട്, അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ ക്യാമറയിൽ എടുത്ത സംഗതികൾ അത് ഞാൻ വിചാരിക്കുന്ന ഒരു സോങ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു സംഭവം പോലെ ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. ഇടാം. ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു തരണം. പോകെ നമ്മൾ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അതിനനുസരിച്ച് ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഞങ്ങൾ അത് തിരുത്തിയിടുന്നതായിരിക്കും. ട്രിവാൻഡ്രം വരാമോ ഫോർ ഫാൻ മീറ്റപ്പ്? റിയലി വോണ്ട് ടു മീറ്റ് യു. വരും നമുക്ക് നോക്കാം കേട്ടോ. Pata girls, I love the bond between you guys and Anu. I literally cried seeing the friendship video and song to that video was after waiting for the vlog. അത് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു ആ ഒരു വീഡിയോക്ക്. നമ്മളൊക്കെ ഇമോഷണൽ ആയല്ലോ, നിങ്ങൾ കണ്ടാണല്ലോ. ഗുരുവായൂർ വരുമ്പോ പറയട്ടോ കീർത്തന. പറയാം. അനുവായിട്ട് സെറ്റ് അവോയ്ഡ് ഇടണ്ടേ മോൻ പറഞ്ഞതാണെന്നോ? മനസ്സിലായില്ല കേട്ടോ. സലു ഒന്നുകൂടെ പറയണേ. മനസ്സിലായില്ല. വിങ്സിന്റെ ഗിഫ്റ്റ് ഇഷ്ടമായോ? വിങ്സിന്റെ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാവരും നല്ല നല്ല കുറേ ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറേ ആൾക്കാർ വന്നിക്കുന്നത് ഗിഫ്റ്റ് ഒന്നും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ബട്ട് പക്ഷേ വിങ്സിന്റെ ഗിഫ്റ്റ് ഇന്ന് പൊട്ടിക്കോട്ടെ. കാരണം ഞാനത് കുറച്ച് ടൈം കിട്ടാത്തതിന് ഇതാണ്. എനിക്ക് ഗാഡ്ജറ്റ്സിനോട് എനിക്ക് കുറച്ച് ക്രേസ് ഉണ്ട്. മൊബൈൽ ആയിക്കോട്ടെ, ഇങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ എനിക്ക് കുറച്ച് ക്രേസ് ഉള്ളതാണ്. അപ്പം അങ്ങനെ ഈ സാധനം ഞാൻ പൊട്ടിക്കാതെ എടുത്ത് വെച്ചേക്കാണ്. ജസ്റ്റ് തുറന്നത് വെച്ച്. പക്ഷേ അൺബോക്സിങ് സാധനങ്ങളൊക്കെ എടുക്കണം. ഇത് എന്തായാലും ഒന്ന് പൊട്ടിക്കോട്ടെ. കാരണം ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഇന്ന് എന്തായാലും ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ സെറ്റാക്കിയിട്ടേ കിടക്കത്തുള്ളൂ. ഹായ് അതില നൂറ, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നേരിട്ട് കാണണമെന്നുണ്ട്. വൈഷ്ണവി ഷുവർ, നമുക്ക് കാണാലോ. ഞങ്ങൾ ഇനിയും മീറ്റപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഒഴിവുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യുന്നതാട്ടോ. ഐ ആം ഫ്രം തമിഴ്നാട്. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് പാറ്റേൺ. വി വാണ്ട് ലവ് സ്റ്റോറി. ഓക്കെ, ലവ് സ്റ്റോറി ഇടും. Adila, it's for your birthday gift. I know it's a small from my side, but I really like you guys. Noora, I'm a big fan of you. Admire the way you are. Lots of love from Tuticorin at Tamil Nadu. Tuticorin എന്നാണ് പറയാ, അങ്ങനെയാണ് തോന്നുന്നത്. അത് തൂത്തുക്കുടിയുടെ തൂത്തുക്കുടി. ഓക്കെ അതിന്റെ ഇംഗ്ലീഷാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലവ് ഉണ്ടല്ലേ. തമിഴ്നാട്ടിൽ നമുക്കൊരു ഫാൻ മീറ്റപ്പ് വെച്ചാലോ? ഞങ്ങ തമിഴ്നാട്ടിൽ ഒരു ഫാൻ മീറ്റപ്പ് വെച്ചാൽ നിങ്ങൾ വരുമോ? അയ്യോ, ഞങ്ങൾക്ക് തമിഴെന്ന് പറയണ എൻ്റെ ഫുൾ തമിഴ് പോയി കിടക്കപ്പോ. എനിക്കിനി ജീവനെ കണ്ടിട്ട് വേണം എൻ്റെ തമിഴൊക്കെ ബ്രഷപ്പ് ചെയ്യാൻ. ഓൾഡ് ഗുഡ് ഡേയ്സ്. ഷാനവാസ് ഖാനീഷേട്ടനൊപ്പമുള്ള ഫോട്ടോ. താങ്ക് യു. ഇത് നിങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലുള്ള ഓരോ സംഗതികളും നിങ്ങളിങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ എന്താ വിഷമാവുക. പഴയതൊക്കെ നമുക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും തിരക്കിലും കാര്യങ്ങളൊക്കെ ആണ്. ബട്ട് വി മിസ് ദ ഓൾഡ് ഡേയ്സ്. നമുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ബിബിയിൽ വെച്ച് ആദ്യം എപ്പോഴും മേക്കപ്പ് റൂമിൽ പോകാമെന്ന് നൂറയോട് പറയുമായിരുന്നു. അതിന് പിന്നിൽ വല്ല സീക്രട്ട് ഉണ്ടോ? അതില നൂറ ഒരു ഡേ മേക്കപ്പ് റൂമിൽ വെച്ച് അടി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സോൾവ് ആക്കുകയും ചെയ്തു. അതുകൊണ്ടാണോ മേക്കപ്പ് റൂം? അതുകൊണ്ടല്ല, അവിടെ കുറച്ചുകൂടെ പ്രൈവസി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ബെഡ്മേക്ക നിൽക്കുകയാണെങ്കിലും
പറഞ്ഞോ ബെഡിനൊക്കെ നിൽക്കുകയാണെങ്കിലും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ലൈക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഇതായിരിക്കും. അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് വേണ്ടി വരുന്ന ആൾക്കാരെ വരത്തുള്ളൂ, അല്ലാതെ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാർ ഡിസ്ട്രാക്ഷൻസും ആൾക്കാരുടെ ഇതൊന്നുമില്ല. അപ്പൊ പ്രൈവസി ഉണ്ട്. ഹായ് Adila and Noora, you're a big fan. I'm from Karnataka. Adila and Noora, big wishes in your future. I love you, Adila and Noora. One day we'll meet. സ്വാതിക്. Thank you. ഹായ്, താങ്ക് യു. We'll meet. വിൽ മീറ്റ് വൺ ഡേ. Love you from Andhra Pradesh. Burger Silk. പേര് വായിക്കല്ല. മീറ്റപ്പ് എന്തെങ്കിലും സൺഡേ ആക്കാൻ പറ്റുമോ? TVM-ലാണ് ഞാൻ താമസിക്കുന്നത്. ഓ, നമുക്ക് സൺഡേ ആക്കാലോ. മീറ്റപ്പിന് വന്നിരുന്നു. സ്റ്റോറി ബോക്സ് അഫേ മറന്നോ? ഇത് ഗുരുവായൂർ അപ്പൻ. വെയിറ്റിംഗ് ഫോർ എ റിപ്ലൈ. ഓർമ്മയുണ്ട്. അതില നൊറ പോയി. ഷാനവാസിക്കയുടെ വിഷമം മാറ്റിയോ? ഷാനവാസിക്കാനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഷാനവാസിക്കാനോട് താനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ മിണ്ടൊക്കെ ചെയ്യും. ദീപ്തി, you are amazing. ദീപ്തി, താങ്ക് യു സോ മച്ച്. ദീപ്ത. താങ്ക് യു ദീപ്ത. പിന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് ഒരുപാട് കപ്പിൾസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ പോലെ മ്യൂച്വൽ റെസ്പെക്ട്, ലവ്, കെയറിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്പാറ്റബിൾ ആയ ഒരു കപ്പിളിനെ ഇതുവരെ കണ്ടിട്ടില്ല. യു ഗൈസ് ആർ ട്രൂലി ഇൻസ്പയറിംഗ്. ആഫ്റ്റർ ഓൾ നമുക്ക് വേണ്ടത് അതാണ്. താങ്ക് യു സോ മച്ച് അനഘ. നമുക്ക് വേണ്ടത് പറയുന്നത്. യാ, അപ്പോൾ നമുക്ക് വേണ്ടത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് വേണ്ടത് തന്നെ അതാണ്. ലവ്, കെയർ, അണ്ടർസ്റ്റാൻഡിങ്. അത് ചേച്ചിയെ നൂറ ചേച്ചി എൻ്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമോ? അല്ലെങ്കിൽ അത് ചീത്തയാവോ? എന്താ മോളെ കൊണ്ടെന്നാ? അല്ല, ഞങ്ങൾ ഇന്ന് തന്നെ ഓപ്പൺ ചെയ്യൂട്ടാ. ആദ്യയുടെ പേടി സ്വപ്നങ്ങൾ. നൂറ കുറ പാറ്റ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എനിക്ക് പറഞ്ഞതാ. ഓ, വല്ലാത്ത പ്രാസായി പോയിട്ടോ. Adila is a great human being. You both deserve each other. You showed us what love is and how life is beautiful. If there is such a pure kind of love, the universe matched the most magical souls and made us witness that. To attend the TN fans meet soon. Thank you so much. Sneha. സ്നേഹം മാത്രം. Love you guys. Any vlogs coming with the other contestants? Hope we get more content with better audio. You have got fans worldwide and huge potential to be big influencers in Kerala. Still waiting for the Patal Girls reunion. Thank you. And yeah, with the other contestants, more like vlogs will be coming. It's on the way. We're having a plan. Do. Yes. ഇതെങ്ങനെയാ സൈഡിൽ പോണ? അത് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. My chechis, I'm manifesting to see you both soon. My love towards you can explain in words or pic or in any videos. Your elder or younger sister, Paru. നമുക്ക് മീറ്റ് ചെയ്യാം ഒരു ദിവസം. എപ്പോഴാന്നൊന്നും പറയുന്നില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാം. ഹായ് Adila Noora, live miss പண்றோ. நான் உங்களா മലയാളം ബിഗ് ബോസ് பார்க்குறேன் from തമിഴ്നാട്. എനിക്കൊരു ഡൗട്ട്. തമിഴ്നാട്ടിലുള്ള കുറേ ആൾക്കാർ നമ്മളെ ബിഗ് ബോസ് കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെ അത് മനസ്സിലാവുന്നത്? മലയാളം അറിയോ? അതെനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാ. മലയാളം തെരിയുമാ കാണുമ്പോ? Hi, I was so happy to meet you guys and more happier that I got to tell Adi about that special connect I have with her. I don't know if you remember. See you next time. So, may I know your name? Maybe then I'll remember. ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തേ. Hi Adila and Noora, Nisha from Kakanad. Missed you meeting on fans meet. Send you a gift. Hope you receive. Come on girls, we are missing your bond with Anu. Hope to see you soon. Hope you liked our gift from Pata Girls family. Hi, we love the gift. എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളല്ല, ഞാനൊരു ബാഗിന്റെ ക്രേസ് ഉള്ള. ഇവക്ക് ഭയങ്കര ബാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാട്ടോ. ഗാഡ്ജറ്റ്സും അങ്ങനത്തെ എനിക്ക് കുറച്ച് ഇതാണ്. പിന്നെ ലിപ്സ്റ്റിക്സും എനിക്ക് കുറച്ച് ഇതുണ്ട്. പക്ഷെ ഗിഫ്റ്റ് അടിപൊളി, ഇഷ്ടായിട്ടോ. നമുക്ക് എന്നെക്കാളും കൂടുതൽ ഇഷ്ടായി. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് കുറേ ആൾക്കാർ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് റിപ്ലൈ തരാത്തത്, വിഷമമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കൽപ്പിച്ചോട്ട് റിപ്ലൈ തരാണ്ടിരിക്കല്ല.
കുറേ ആൾക്കാർ റിപ്ലൈ ഇങ്ങനെ എന്താ പറയുക, കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ ലൈവിൽ വന്നിട്ട് എല്ലാവർക്കും കൂടെ റിപ്ലൈ തരാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരും ഞങ്ങളെ ലൈവിൽ കയറിയിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എല്ലായിടത്തും നമുക്ക് ചിലപ്പം റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. അത് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്, സങ്കടപ്പെടരുത്, വിഷമിക്കരുത്. അതുകൊണ്ട് മാത്രമാണ്. ഒരാൾക്ക് നമ്മൾ റിപ്ലൈ വേറെ ഒരാൾക്ക് തന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്, സങ്കടമുള്ള കാര്യമാണ്, വിഷമമാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ലൈവിൽ ഇന്ററാക്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാക്സിമം ലൈവ് വരാൻ നോക്കുന്നുണ്ട് ഇന്നോട്ട്.